എല്ലാവർക്കും നമസ്കാരം. ടോസ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സിടെറ്റിന്റെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി എന്ന് പറയുന്ന നമ്മുടെ കോമൺ സൈക്കോളജി പേപ്പറിന്റെ റാപ്പിഡ് റിവിഷൻ ക്വസ്റ്റ്യൻ സീരീസ് ആണ്. ഈ ഒരു ക്ലാസ് സിടെറ്റിന് മാത്രമല്ല സെറ്റിനും കേഡറ്റിനും എല്ലാം യൂസ്ഫുൾ ആയിരിക്കും. സിടെറ്റിന്റെ CDPA സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ഒരുപോലെയാണ്. ഫോക്കസ് ചെയ്യുന്ന അതായത് സ്റ്റേജ് തിയറി ഒക്കെ ആണെങ്കിൽ കുട്ടികളുടെ ഏജ് ഫോക്കസ് ചെയ്യുന്നതിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം ഒരുപോലെയാണുള്ളത്. കേഡറ്റിന്റെയും സെറ്റിനെയും വെച്ച് നോക്കുമ്പോൾ സിടെറ്റിൽ പഠിക്കാൻ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല ചോദിക്കുന്നത്. കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനുകൾ, അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ ചോദിച്ചു കാണുന്നത് സിടെറ്റിന്റെ പേപ്പറിലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേണിലുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കണ്ടന്റ് എല്ലാം പഠിക്കേണ്ടത് നമുക്ക് സെയിം ആയിട്ടാണ്. പക്ഷെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ളത് കേഡറ്റിലും സെറ്റിലുമാണ്. നമ്മുടെ സിലബസ് നിങ്ങൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കണം. ഞാനിവിടെ ഈ പറയുന്നത് സിലബസിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രമാണ്. അതൊന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ പെട്ടെന്ന് 2-3 ദിവസത്തിലൊക്കെ സിടെറ്റിന്റെ CDPയുടെ പേപ്പർ കവർ ചെയ്യാൻ പോവുകയാണെങ്കിൽ പെട്ടെന്ന് പഠിക്കേണ്ട 1-2 ഏരിയാസ് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ ആണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. വളർച്ചയും വികാസവും അതിന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിക്കണം. ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് അതിന്റെ റിലേഷൻ എന്താണെന്ന് പഠിക്കണം. പിന്നെ പിയാഷെ, കോൾബർഗ്, വൈഗോട്സ്കി, അതുപോലെ തന്നെ ബ്രൂണർ, ഇവരുടെ 4 പേരുടെയും ലേണിംഗ് തിയറി ഉറപ്പായിട്ടും പഠിക്കണം. നമുക്കറിയാം പിയാഷെ, വൈഗോട്സ്കി, ബ്രൂണർ എന്നിവർ കൺസ്ട്രക്റ്റിവിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ തിയറിയിൽ നിന്ന് ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ ഉണ്ടാകും. പിയാഷെ ഉറപ്പായിട്ടും സ്റ്റേജ് തിയറിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാകും. വൈഗോട്സ്കിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ZPD, സ്കഫോൾഡിംഗ് കൺസെപ്റ്റുകളൊക്കെ ക്വസ്റ്റ്യനിൽ ചോദിക്കും. കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് തിയറിയിൽ നിന്നുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ ഇത് തന്നെ ഉറപ്പായിട്ടും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ, പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ തുടങ്ങിയ കൺസെപ്റ്റുകളെ പറ്റി ഉറപ്പായിട്ടും പഠിക്കണം. ദെൻ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ്, പിയാഷെ, വൈഗോട്സ്കി, ചോംസ്കി ഇവർക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റിനോട് ഉണ്ടായിരുന്ന അപ്രോച്ചുകളെ പറ്റിയും പഠിക്കണം. ജെൻഡർ എന്ന് പറയുന്ന ടേം, ജെൻഡർ റോള്, ജെൻഡർ ബയാസ് ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ മറ്റൊന്നാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, എക്സെപ്ഷണൽ ചിൽഡ്രൻ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോർമലി സിടെറ്റിനും സെറ്റിനും കേഡറ്റിനും ഒക്കെ പഠിക്കുന്ന കാര്യങ്ങൾ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ, ക്രിയേറ്റീവ് ചൈൽഡ്, അങ്ങനെയുള്ള സ്പെഷ്യൽ കിഡ്സിനെ പറ്റിയും ഇവർക്കുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിനെ പറ്റിയും പിന്നെ ഇന്ത്യൻ ഗവൺമെന്റ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന പ്രോഗ്രാമുകളെ പറ്റി, ഇപ്പൊ PWD ആക്ട് അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകളെ പറ്റിയും ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഞാനിവിടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല, NEP നമുക്ക് സിലബസിലുണ്ട്. അതുപോലെ തന്നെ NCF-ഉം KCF-ഉം നമുക്ക് സിലബസിൽ ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവാലുവേഷൻ, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ ഇവാലുവേഷൻ, അസസ്മെന്റ് ഓഫ് ലേണിംഗ്, അസസ്മെന്റ് ഫോർ ലേണിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഗ്രേഡിംഗ് സിസ്റ്റം, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ജനറലി പഠിക്കുന്ന പോലെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യന്റെ പാറ്റേൺ കൂടി നമുക്ക് പരിചയപ്പെട്ടുകൊണ്ട് റിവിഷനിലേക്ക് പോകാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് സിടെറ്റ്, കേഡറ്റ്, സെറ്റ് തുടങ്ങിയ എക്സാംസിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ടോസ് അക്കാഡമിയുടെ ഫ്രീ വാട്സ്ആപ്പ് ചാനലിലൂടെ നമ്മൾ ഡെയിലി ക്വിസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. തീർത്തും സൗജന്യമായിട്ടുള്ള ഗ്രൂപ്പാണ്. ഡെയിലി ക്വിസുകൾ, ഷോർട്ട് നോട്ടുകൾ, അതുപോലെ കൃത്യമായിട്ട് നമ്മൾ യൂട്യൂബ് ചാനലുകളിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ ലിങ്ക്സ് ഇതെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്സ്ആപ്പ് ചാനൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്സ്ആപ്പിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. 75 10 15 5 4 8 5 എന്ന് പറയുന്ന ടോസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ഈ പറയുന്ന ഫോർമാറ്റിൽ നിങ്ങളുടെ പേര് പ്ലസ് ടെറ്റ് ഫ്രീ വാട്സ്ആപ്പ് ചാനൽ എന്ന് പറയുന്ന ഫോർമാറ്റിൽ ഒരു വാട്സ്ആപ്പ് ചെയ്താൽ മതി. ചാനലിൽ ലിങ്ക് അയച്ചു തരാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. വളരെ യൂസ്ഫുൾ ആണ്, എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് വരുന്ന സെറ്റിന്റെയും കേഡറ്റിന്റെയും സിടെറ്റിന്റെ മോഡൽ എക്സാം, സൗജന്യ മോഡൽ എക്സാംസും ഡെയിലി ക്വിസും ഷോർട്ട് നോട്ട്സും എല്ലാം ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. എല്ലാവരും തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി എന്ന് പറയുന്ന സിടെറ്റിന്റെ പേപ്പറിലും ഒപ്പം കേഡറ്റിനും സെറ്റിനും യൂസ്ഫുൾ ആവുന്ന രീതിക്കും പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു സൈക്കോളജി റാപ്പിഡ് റിവിഷൻ സീരീസ് ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പൊ സിടെറ്റിന്റെ പേപ്പർ 1 ആയാലും പേപ്പർ 2 ആണെങ്കിലും 30 മാർക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഏരിയാസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്.
ആദ്യമേ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്, വളർച്ചയും വികസനവും. അപ്പൊ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പഠിക്കുമ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ പ്രത്യേകതകളും പ്രിൻസിപ്പിൾസും ഒക്കെ നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്കൊരു ഒരു മോഡൽ ക്വസ്റ്റ്യനിലേക്ക്, മോസ്റ്റ് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അതിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റെപ്രസെന്റ്സ് പ്രോക്സിമോ ഡിസ്റ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾസിൽ പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറയുന്ന തത്വത്തിനോട് ചേർത്ത് നിർത്താവുന്ന പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. നമുക്ക് പ്രസ്താവനകൾ നോക്കാം. ഓപ്ഷൻ എ, ഡെവലപ്മെന്റ് ഈസ് മൾട്ടി ഡയറക്ഷണൽ ആൻഡ് മൾട്ടി ഡയമെൻഷണൽ. വികസനം എന്ന് പറയുന്നത് ബഹുദിശാപരവും ബഹുമുഖമുള്ളതുമാണ് എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തത്, ഐഡന്റിറ്റിക്കൽ ട്വിൻസ് ലിവിങ് ഇൻ ഡിഫറെന്റ് കൾച്ചേഴ്സ് ക്യാൻ ഡെവലപ്പ് അറ്റ് ഡിഫറെന്റ് റേറ്റ്സ്. അപ്പോൾ ഐഡന്റിറ്റിക്കൽ ട്വിൻസ് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ഐഡന്റിക്കൽ ട്വിനിൽ ഒരാളെ നമ്മൾ ഒരു കൾച്ചറിന്റെ കീഴിലും മറ്റേ ആളെ വേറൊരു കൾച്ചറിന്റെ കീഴിലും വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് റേറ്റ് ഡിഫറെന്റ് ആയിരിക്കും എന്നാണ് രണ്ടാമത്തെ പ്രസ്താവന. ഇനി മൂന്നാമത്തെ പ്രസ്താവന നോക്കാം. ചിൽഡ്രൻ ഡെവലപ്പ് എബിലിറ്റി ടു ഗ്രാസ്പ് ദ ബോൾ ബിഫോർ പുട്ടിംഗ് ബീഡ്സ് ഇൻ ത്രെഡ്. കുട്ടികൾ നൂലിൽ മുത്തുകൾ ഇടുന്നതിന് മുമ്പ് പന്ത് പിടിക്കാനുള്ള കഴിവ് വികസിപ്പിച്ചെടുക്കുന്നു. അതാണ് ഓപ്ഷൻ സി. ഇനി ഡി, ചിൽഡ്രൻ ഡെവലപ്പ് എബിലിറ്റി ടു സിറ്റ് അപ്പ് ബിഫോർ സ്റ്റാൻഡിംഗ്. കുട്ടികളെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇരിക്കാനുള്ള കഴിവ് വികസിപ്പിക്കുന്നു. ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് നമുക്കൊരു 10 മെയിൻ പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട്. അപ്പോൾ 10 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഏറ്റവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു 4 എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് പോകാം. അതിൽ ഫസ്റ്റ് ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾ ആണ് ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ് എന്നുള്ളതാണ്. വികസനം തുടർച്ചയുള്ളതാണ്. അതായത് ഗർഭധാരണത്തിൽ നിന്ന് ആരംഭിച്ച് ജീവിതത്തിലുടനീളം തുടരുന്ന ഒരു പ്രോസസ്സാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഡെവലപ്മെന്റ് ഈസ് സീക്വൻഷ്യൽ. വികസനം ക്രമാനുഗതമാണ്, ഒരു നിശ്ചിത ക്രമം തുടരുന്നു. അതായത് ഇരിക്കുക, ആദ്യമേ മുട്ടിലിഴയുക, then ഇരിക്കുക, നിൽക്കുക, നടക്കുക, അങ്ങനെയാണല്ലോ. അപ്പൊ ആ ഒരു സീക്വൻഷ്യൽ ഓർഡർ ഉള്ളതാണെന്നാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. 3ഉം 4ഉം, ഡെവലപ്മെന്റ് ഈസ് സെഫലോകോഡൽ. ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് എന്നുള്ളതാണ് സെഫലോകോഡൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അതായത് പൊതുവായതിൽ നിന്നും നിർദ്ദിഷ്ടത്തിലേക്ക്, തല മുതൽ കാല് വരെ, ഹെഡ് ടു ഫൂട്ട് എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണ് വികസനം പോകുന്നത് എന്നാണ് പറയുന്നത്. ആദ്യമേ തല നേരെ നിൽക്കുന്നു, അതിനുശേഷമാണല്ലോ കാലിലേക്ക് ബാലൻസ് വരുന്നത്. അതാണ് ആ ഒരു വേർഡ് സൂചിപ്പിക്കുന്നത്. അടുത്തതാണ് പ്രോക്സിമോ ഡിസ്റ്റൽ. നിങ്ങൾ സെഫലോകോഡലും പ്രോക്സിമോ ഡിസ്റ്റലും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറയുമ്പോൾ ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം നിയർ ടു ഫാർ, അല്ലെങ്കിൽ സെൻട്രൽ പാർട്ട് ഓഫ് ദ ബോഡി ടു ദ ഔട്ട്വേർഡ് പാർട്ട്. വികസനം അടുത്ത് നിന്ന് അകലെ വരെയാണ് എന്നുള്ളതാണ് പ്രോക്സിമോ ഡിസ്റ്റൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് കുട്ടികളിൽ പോട്ടെ, നമുക്ക് ആനയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആനയുടെ തുമ്പിക്കൈക്ക് അടുത്തുള്ള പേശികളാണ് ആദ്യമേ വികസിക്കുന്നത്, അതിനുശേഷമാണ് അകലേക്കുള്ള പേശികൾ വികസിച്ചു വരുന്നത്. ആ ഒരു കൺസെപ്റ്റ് ആണ് പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 പ്രിൻസിപ്പിൾസ് നിങ്ങൾ ഉറപ്പായിട്ടും ഓർക്കണം, ബാക്കിയുള്ളതും പഠിച്ചിരിക്കണം. 4ൽ ഏതെണ്ണമാണ് നമ്മുടെ ഓപ്ഷൻസിനോട് മാച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഓരോ ഓപ്ഷൻ എടുത്ത് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, ഡെവലപ്മെന്റ് ഈസ് മൾട്ടി ഡയറക്ഷണൽ ആൻഡ് മൾട്ടി ഡയമെൻഷണൽ. ഒരിക്കലും നമ്മുടെ പ്രോക്സിമോ ഡിസ്റ്റലിനോട് ചേർന്ന് നിൽക്കുന്നതല്ല ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഡെവലപ്മെന്റിന്റെ നേച്ചറിനെയാണ് കാണിക്കുന്നത്. അപ്പൊ അതല്ല ആൻസർ. രണ്ടാമത്തത്, ഐഡന്റിറ്റിക്കൽ ട്വിൻസിന്റെ കാര്യം, അത് പരിസ്ഥിതിയുടെ ഇൻഫ്ലുവൻസിനെ, കൾച്ചറൽ ഇൻഫ്ലുവൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരിക്കലും പ്രോക്സിമോ ഡിസ്റ്റൽ ആ ഒരു ഡയറക്ഷനെ അല്ല സൂചിപ്പിക്കുന്നത്. ഇനി ഓപ്ഷൻ സി, ചിൽഡ്രൻ ഡെവലപ്പ് എബിലിറ്റി ടു ഗ്രാസ്പ് ദ ബോൾ ബിഫോർ പുട്ടിംഗ് ബീഡ്സ് ഇൻ ത്രെഡ്. അതാണ് ഈ ഒരു പ്രോക്സിമോ ഡിസ്റ്റലിനോട് ചേർത്ത് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് പറയാനായിട്ട് പറ്റുന്നത്. കാരണം എന്താണ്? ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം സെന്റർ ഓഫ് ദ ബോഡി ടു ദ ഔട്ട്വേർഡ് എന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് ആദ്യമേ മുഴുവൻ കൈയും വെച്ച് ആ ഒരു വലിയ പന്ത് പിടിക്കാനുള്ള ആ പേശികൾക്കൊരു മസിൽ പവർ ആയ ശേഷമാണ് ഫിംഗറിലേക്ക് പോയിന്റ് ചെയ്യുന്ന, ത്രെഡ് നൂലില് കോർക്കുക എന്ന് പറയുന്ന ഫിംഗറിലേക്ക്
മൂവ് ചെയ്യുന്ന ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. അത് നമ്മുടെ പ്രോക്സിമോ ഡിസ്റ്റലിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഓപ്ഷൻ ഡി എന്തിനെ മാച്ച് ചെയ്യുന്നു എന്നും കൂടെ മനസ്സിലാക്കുക. ഓപ്ഷൻ ഡി ചിൽഡ്രൻ ഡെവലപ്പ് എബിലിറ്റി ടു സിറ്റ് അപ്പ് ബിഫോർ സ്റ്റാൻഡിങ്, അത് സെഫലോകോഡൽ ആണ്. സെഫലോകോഡൽ ഡെവലപ്മെന്റിനെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അപ്പൊ സി ടെറ്റിന് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് കേട്ടിനും സെറ്റിനും ഒക്കെ ഇപ്പൊ ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരുതരം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ഒക്കെ ഇപ്പൊ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ സി ടെറ്റിന് പക്ക ക്വസ്റ്റ്യൻസ് ഈ രീതിക്കാണ് കംപ്ലീറ്റ്ലി ചോദിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കുറവാണ്, ഇച്ചിരി വളച്ചു കെട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ കാര്യം സിമ്പിൾ ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളപ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് NCF എന്ന് പറയുന്നത്. NCF. അപ്പോ NCF, NEP, RTE അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസുകളെ അല്ലെങ്കിൽ ഇപ്പൊ UGC, NCERT, SCERT തുടങ്ങിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയൊക്കെ നമുക്ക് ഏത് ടീച്ചിങ് എലിജിബിലിറ്റി ടെസ്റ്റുകളിലാണെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിലാണെങ്കിലും പ്രതീക്ഷിക്കാം. അപ്പോൾ CTET ആകുമ്പോൾ അതിൽ KCF വരില്ല, പക്ഷെ സെറ്റ് കേരള ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസിലൊക്കെ KCF ചോദിക്കാം. അപ്പോൾ CTETന്റെ സിലബസിൽ തന്നെ NCF-നെ പറ്റിയും NEP-യെ പറ്റിയും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ഫുൾ ഫോം, എസ്റ്റാബ്ലിഷ്ഡ് ഇയർ, അതിന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഒക്കെ പഠിക്കണം. ഞാൻ അതിനെപ്പറ്റി വീണ്ടും ക്ലാസ്സിൽ പറയുന്നില്ല. നമ്മുടെ പെയ്ഡ് കോച്ചിങ്ങിന് നമ്മൾ ഡീറ്റെയിൽഡ് നോട്ട്സ് ഒക്കെ തരുന്നതാണ്. ഇനി അതല്ലെങ്കിൽ പോലും നമ്മളുടെ ഫ്രീ സെഷൻസിലൊക്കെ ഒത്തിരി ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ്. അപ്പൊ ഇന്ന് അതിന്റെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കാണാനായിട്ട് പോകുന്നത്. അപ്പൊ NCF-ന്റെ ടീച്ചർ ലേണർ അപ്രോച്ച് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കി അതിൽ നിന്നും ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. അക്കോർഡിംഗ് ടു NCF, ചൈൽഡ് ഈസ് ആൻ ആക്റ്റീവ് ലേണർ, നോട്ട് എ പാസീവ് റിസീവർ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. ഒരു ആക്റ്റീവ് ഇപ്പൊ NCF ആണെങ്കിലും NEP ആണെങ്കിലും ഒക്കെ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചുകളെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കുട്ടികൾ എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ലേണർ ആയിരിക്കണം. ലേണിംഗ് ഷുഡ് ബി മീനിങ് ഫുൾ ആൻഡ് കണക്റ്റഡ് ടു ലൈഫ്. എറേഴ്സ് ആർ നാച്ചുറൽ. മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നത് നാച്ചുറൽ ആണ്. അത് തീർച്ചയായിട്ടും പഠനത്തിലും ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റിനും ആവശ്യമാണ്. ഇന്നയാളെ ജഡ്ജ് ചെയ്യും, കാറ്റഗറൈസ് ചെയ്യുമെന്ന് ഓർത്ത് തെറ്റുകൾ കാണിക്കാൻ കുട്ടികൾ പേടിക്കരുത് എന്നാണ് പറയുന്നത്. It focuses on understanding, not on rote memorization. Teacher acts as a facilitator, not an authoritarian. Classroom should encourage questioning and exploration. Continuous and comprehensive evaluation, CC preferred. Learning through activity, discovery and interaction. Knowledge is constructed, not transmitted. Respect individual difference among learners. ഇതൊക്കെയാണ് NCF-ന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഉറപ്പായിട്ടും മനസ്സിലാക്കിയിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു NCF 2005, errors are important because they Option 1 are an important tool in classifying students into groups of passed and failed. കുട്ടികളെ തോറ്റവർ ജയിച്ചവർ എന്ന് തിരിക്കാൻ എറേഴ്സ് ആവശ്യമാണ്. അങ്ങനെയാണോ NCF പറയുന്നത്? ഒരിക്കലും അല്ല. അങ്ങനെ ഒരു സോർട്ടിംഗ്, പാസ്ഡ് ഫെയിൽഡ് എന്ന് പറഞ്ഞ സോർട്ടിങ്ങെ NCF എൻകറേജ് ചെയ്യുന്നില്ല. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. Then provide a way to the teachers to scold the children. ഒരിക്കലും അല്ല. Provide an insight into the child's thinking and help to identify solutions. തീർച്ചയായിട്ടും third one right option ആണ്. Fourth one, provide space for removing children from the class. ഒരിക്കലും അല്ല. അപ്പോ എറർ എന്ന് പറയുന്നത് വേണ്ട ലേണിംഗ് അങ്ങനെ വേണ്ടിയിട്ടുള്ള ഒരു എസെൻഷ്യൽ പാർട്ട് ആയിട്ടാണ് NCF കാണുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ 3 ആണ്. അപ്പോൾ NCF-ന്റെ ജനറൽ ആയിട്ടുള്ള ഫുൾ ഫോം, എസ്റ്റാബ്ലിഷ്ഡ് ഇയർ, ഇത് മാത്രമല്ലാണ്ട് ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സിനെയും എടുത്ത് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഇനി ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങൾക്കുള്ള ഒരു ടാസ്ക് ആണ്. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ആൻസർ ടൈപ്പ് ചെയ്താൽ മതി. Question: Inclusion needs to be promoted to flexible curriculum, cooperative learning, segregation and labeling, accessibility of building. ഇതില് ഓപ്ഷൻ 1 എന്ന് പറയുന്നത് 2, 3, 4 ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ 2, 3, 4, അതായത് കോപ്പറേറ്റീവ് ലേണിംഗ്, സെഗ്രിഗേഷൻ ഓഫ് ലേണിംഗ്, ആക്സസിബിലിറ്റി ഓഫ് ബിൽഡിംഗ്, അത് രണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. മൂന്നാമത്തേത് 1ഉം
2ഉം 3ഉം സപ്പോർട്ട് ചെയ്യുന്നു. നാലാമത്തത് 1ഉം 2ഉം 4ഉം സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ആൻസർ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കമന്റ് ചെയ്യാം, ഇൻക്ലൂഷൻ നീഡ്സ് ടു ബി പ്രൊമോട്ടഡ് ടു 3 ഓപ്ഷൻസ് ആണല്ലോ റൈറ്റ് ആയിട്ടുള്ളത്. ആ 3 ഓപ്ഷൻസും കമന്റ് ചെയ്യാം. ആൻസർ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് മൈൻഡിൽ നിങ്ങൾക്കത് മാപ്പ് ചെയ്യാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ. അടുത്തത് തീർച്ചയായിട്ടും സീടെറ്റിന്റെ എക്സാമിൽ, സീടെറ്റിൽ മാത്രമല്ല നിങ്ങൾ ഇനി അങ്ങോട്ട് സെറ്റും കേട്ടിട്ടും ഒക്കെ ഫ്യൂച്ചറിലേക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒന്നാണ് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. സംഭവം വേറൊന്നുമില്ല, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കുറച്ച് വളച്ചു കെട്ടി ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയാവുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, കാരണം വായിച്ചെടുക്കാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും. പക്ഷെ കൺസെപ്റ്റ് അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ അസേർഷൻ ഇതാണ്: scaffolding provided by teachers hinders the learning process of children. Scaffolding, കൈത്താങ്ങ് എന്ന് പറയുന്ന ഒരു ആശയം, അതൊരു കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ആണ്. ആ അപ്രോച്ച് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ടീച്ചേഴ്സ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ലേണിംഗ് പ്രോസസ്സിനെ ഹിൻഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്നു എന്നാണ് അസേർഷൻ പറയുന്നത്. ഇനി അതിന്റെ റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ലെവ് വൈഗോട്സ്കി പ്രൊപ്പോസ്ഡ് ദാറ്റ് ചിൽഡ്രൻ ലേൺ ഇൻഡിപെൻഡന്റ്ലി ബൈ ആക്ടിങ് അപ്പോൺ ആൻഡ് മാനിപ്പുലേറ്റിംഗ് ദ എൻവയോൺമെന്റ്. കുട്ടികൾ പ്രകൃതിയിൽ നിന്നും തനിയെ പഠിക്കുന്നു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കാണ് റീസൺ പറഞ്ഞിരിക്കുന്നത്. ഇനി ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടത് ഇതാണ്. ഓപ്ഷൻ 1 എന്ന് പറയുന്നത് എ is true but R is false. ഓപ്ഷൻ 2 both A and R are. A and R എന്ന് പറയുമ്പോൾ അസേർഷൻ റീസൺ അതാണ് കേട്ടോ. both A and R are false, രണ്ടും തെറ്റാണ്. മൂന്നാമത്തത് both A and R are true. അസേർഷനും റീസണും ശരിയാണ്, പക്ഷേ R is the correct explanation of A. R ആണ് അസേർഷന്റെ കറക്റ്റ് റീസൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നതെന്ന്. ഇനി 4 both A and R are true. അസേർഷനും റീസണും ശരിയാണ്, but R is not the correct explanation of A. അവിടെ തന്നിരിക്കുന്ന റീസൺ എയുടെ റീസൺ ആയിട്ട് പറയാൻ പറ്റില്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ അസേർഷൻ ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യമേ പരിശോധിക്കണം. ഓക്കെ, അപ്പോ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത് ശരിക്കും ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ലേണിങ്ങിനെ ഹിൻഡർ ചെയ്യുവാണോ സപ്പോർട്ട് ചെയ്യുകയാണോ ചെയ്യുന്നതെന്ന് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക. സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞ ആശയം ബ്രൂണറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം സ്കഫോൾഡിംഗ് കൈത്താങ് എന്ന് പറഞ്ഞ ആശയം ആദ്യമായിട്ട് കോയിൻ ചെയ്തത് ബ്രൂണറാണ്, പക്ഷെ അതിനെ പോപ്പുലറൈസ് ചെയ്തത് നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ളതും വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടതാണ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ZPD, അതുപോലെ തന്നെ സ്കഫോൾഡിംഗ്, ഈ രണ്ട് ആശയത്തിനെ കൂടുതൽ പോപ്പുലറൈസ് ചെയ്തത് ആരാണ്? വൈഗോട്സ്കിയാണ്. ഓക്കെ, ഇനി വൈഗോട്സ്കിയുടെ ഈ ഒരു സ്കഫോൾഡ് കൈത്താങ് എന്ന് പറയുന്ന ആശയത്തിലേക്ക് വരുമ്പോൾ ഒരു കുട്ടി പഠന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവന് ചെയ്യാൻ പറ്റാത്ത ഒരു ടാസ്ക് അവനേക്കാൾ കൂടുതൽ അറിവോ എക്സ്പീരിയൻസോ ഉള്ള ഒരു ടീച്ചറോ അല്ലെങ്കിൽ മറ്റൊരു പിയറിനെയോ ചേർത്ത് നിർത്തിക്കൊണ്ട് അതിനെ ഒന്ന് സ്കഫോൾഡ് ചെയ്യുന്നു, ഒരു കൈത്താങ് കൊടുക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ കുട്ടിക്ക് ഈസി ആയിട്ട് ആ ടാസ്ക് ചെയ്യാനായിട്ട് പറ്റുന്നു. ഇതാണ് സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ കൈത്താങ് എന്ന് പറയുന്ന ആശയം. അപ്പോ ആ കുട്ടിയുടെ കഴിവിനെ തന്നെ ഈ കൈത്താങ്ങോട് കൂടി കൂടുതൽ എൻഹാൻസ് ചെയ്യിപ്പിച്ചുകൊണ്ട് പഠനം ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും അത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ആക്ച്വലി ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനല്ലേ ചെയ്യുന്നത്. നമ്മുടെ അസേർഷനിൽ പറയുന്നത് അതിനെ ഹിൻഡർ ചെയ്യാനാണ്. അപ്പൊ തീർച്ചയായിട്ടും അസേർഷൻ തെറ്റാണ് എന്ന് പറയുന്ന ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഇനി റീസൺ, അപ്പോൾ അസേർഷൻ തെറ്റാവുമ്പോൾ തീർച്ചയായിട്ടും എ തെറ്റായിട്ട് വരുന്നത് എവിടെയാണ്? എ തെറ്റായിട്ട് വരുന്ന ഓപ്ഷൻ ഡിയിലാണ്. ഇനി 6 തെറ്റാണോ എന്ന് പരിശോധിച്ചാൽ മാത്രം മതി അല്ലെ. 6 തെറ്റാണ്. കാരണം ചിൽഡ്രൻ ലേൺ ഇൻഡിപെൻഡന്റ്ലി ബൈ മാനിപ്പുലേറ്റിംഗ് ദ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു ആശയം ലെവ് വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടതല്ല, ജീൻ പിയാഷെയുമായി ബന്ധപ്പെട്ടതാണ്. കുട്ടികള് പഠിക്കുന്നത് ഒരു ഇൻഡിവിജ്വൽ പ്രോസസ് ആണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തത് ജീൻ പിയാഷെയാണ്. അപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് കുട്ടികൾ പഠിക്കുക എന്ന് പറയുന്ന ആശയത്തിലേക്ക് വന്നിരിക്കുന്ന ജീൻ പിയാഷെയാണ്. നേരെ ഓപ്പോസിറ്റ് ആണ് ലെവ് വൈഗോട്സ്കി. സോഷ്യൽ ഇന്ററാക്ഷനിലൂടെയും ഗൈഡഡ് സപ്പോർട്ടിലൂടെയുമാണ് കുട്ടികൾ കാര്യങ്ങൾ അക്വയർ ചെയ്തെടുക്കുന്നതെന്നാണ് ലെവ് വൈഗോട്സ്കി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്, രണ്ട് അസേർഷനും റീസണും തെറ്റാണ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജീൻ പിയാഷെ, വൈഗോട്സ്കി ഇവരുടെയൊക്കെ ലേണിംഗ്
തിയറി അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് തിയറി, സ്റ്റേറ്റ്സ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് തിയറി, ഇതെല്ലാം നിങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ട് അവരുടെ ആശയങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. ഞാനതൊന്ന് കമ്പയർ ചെയ്ത് പറയാം. ജീൻ പിയാഷയുടെ തിയറി ഒരു കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയാണ്. ഇനി ലെവ് വൈഗോട്സ്കിയുടെ സോഷ്യോ കൾച്ചറൽ തിയറിയാണ്. രണ്ടുപേരുടെ ഒരു കോമൺ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടുപേരും കൺസ്ട്രക്റ്റിവിസ്റ്റുകളാണ്. ഒരാള് കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസമാണ്, മറ്റേ ആള് സോഷ്യോ കൾച്ചറൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ്. ഓക്കെ, ഇനി അവരുടെ വ്യൂ ഓഫ് ലേണിംഗിൽ ജീൻ പിയാഷെ പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ലേണർ ആണ് എല്ലാവരും എന്നാണ് പറയുന്നത്. എന്നാൽ ലേണിംഗ് എന്ന് പറയുന്നത് സോഷ്യൽ പ്രോസസ് ആണെന്ന് വൈഗോട്സ്കിയും പറയുന്നു. ഇനി സോഷ്യൽ ഇന്ററാക്ഷനിൽ ലിമിറ്റഡ് റോൾ ആണെന്ന് ജീൻ പിയാഷെ പറയുമ്പോൾ സെൻട്രൽ റോൾ ഉണ്ട് എന്ന് ലെവ് വൈഗോട്സ്കിയും പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ഡിഫറൻസുകൾ രണ്ടുപേരുടെ തിയറിയിലും ശരിക്കും ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. അതുപോലെ തന്നെ ഇപ്പം സ്കഫോൾഡിങ്ങും സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റും വൈഗോട്സ്കിയുടെ ആശയമാണെന്ന് പറയുമ്പോൾ സ്കീമ, അസിമിലേഷൻ, അക്കോമഡേഷൻ ഒക്കെ പിയാഷെയുടെ ആശയമാണെന്ന് കൂടി പഠിക്കണം. കാരണം നാളെ ഈ ഒരു ക്വസ്റ്റ്യൻ വേറൊരു ആസ്പെക്റ്റിലായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ നിങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ ലേണിംഗ് തിയറീസ് നിങ്ങൾ ഉറപ്പായിട്ടും, പ്രത്യേകിച്ച് കൺസ്ട്രക്റ്റിവിസം, ഇപ്പോഴുള്ള എക്സാംസിലെല്ലാം കൺസ്ട്രക്റ്റിവിസ്റ്റ് ബിഹേവിയറിസവും കൊഗ്നിറ്റീവ് ഫീൽഡ് തിയറീസും ഒക്കെ മാറി കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറികളെ ഫോക്കസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒത്തിരി ചോദിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും പഠിക്കുക. ഇനി അടുത്ത ഒരു ഭാഗത്തേക്ക് പോകാം. മോട്ടിവേഷൻ അല്ലെങ്കിൽ അഭിപ്രേരണ എന്ന് പറയും. നമ്മുടെ ജീവിതത്തിൽ എന്തൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്കൊരു മോട്ടീവ് ഉണ്ടായിരിക്കണം, അല്ലെ? മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം. അത് ഒന്നെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ ആയിരിക്കാം. അപ്പൊ അത്തരത്തിലുള്ള എക്സ്റ്റേണൽ മോട്ടിവേഷനെ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നൊരു ടീമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു എക്സ്റ്റേണൽ റിവാർഡോ പണിഷ്മെന്റോ, എന്തെങ്കിലും ശിക്ഷ കിട്ടുമെന്നുള്ള ഭയത്തിലോ എന്തെങ്കിലും സമ്മാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലോ ഒക്കെ ചെയ്യുന്നതിനെയാണ്, അത്തരത്തിലുള്ള മോട്ടിവേഷനാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇപ്പം അച്ഛൻ തല്ലൂന്ന് പേടിച്ച് പരീക്ഷയ്ക്ക് പഠിക്കുന്നതിനെ എക്സ്ട്രിൻസിക് മോട്ടിവേഷന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി എനിക്ക് കൂടുതൽ അറിവ് നേടണം, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞ ഒരു ഇന്നർ ഇൻട്രസ്റ്റില് ഒരു പർപ്പസിൽ ഒക്കെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ ഇത്തരത്തിൽ രണ്ട് മോട്ടിവേഷൻ ആണ് ഉള്ളത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്ന്, മോട്ടിവേഷൻ ദാറ്റ് കംസ് ഫ്രം എൻവയോൺമെന്റൽ കോൺസിക്വൻസസ്. രണ്ടാമത്തത് മോട്ടിവേഷൻ ദാറ്റ് കംസ് ഫ്രം എ സെൻസ് ഓഫ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. മൂന്ന്, മോട്ടിവേഷൻ ദാറ്റ് കംസ് ഫ്രം പേഴ്സണൽ എൻജോയ്മെന്റ് ഓഫ് ദ ടാസ്ക്. നാല്, മോട്ടിവേഷൻ ദാറ്റ് കംസ് ഫ്രം ഇന്റേണൽ ഫാക്ടേഴ്സ്. നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലായി കാണും, മോട്ടിവേഷൻ ദാറ്റ് കംസ് ഫ്രം എൻവയോൺമെന്റൽ കോൺസിക്വൻസസ് ആണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും റിവാർഡോ ഗ്രേഡ്സോ പ്രൈസോ ആരെങ്കിലും നമ്മളെ പൊക്കി പറയുമെന്ന് ഓർത്തിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാശ് കിട്ടുമെന്ന് ഓർത്തിട്ടോ, അല്ലെങ്കിൽ ശിക്ഷ ഒഴിവാക്കാനോ അങ്ങനെ ഒക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മോട്ടിവേഷൻ ദാറ്റ് കംസ് ഫ്രം എൻവയോൺമെന്റൽ കോൺസിക്വൻസസ്, അതിനെയാണ് നമുക്ക് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷനുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കാം. അടുത്തത് ക്രിയേറ്റീവ് ചൈൽഡ്, ഗിഫ്റ്റഡ് ചൈൽഡ്, സ്ലോ ലേണർ, അണ്ടർ അച്ചീവർ, ഇങ്ങനെയുള്ള എക്സെപ്ഷണൽ ചിൽഡ്രൻസിനെ പറ്റി, അവരുടെ ഫീച്ചേഴ്സിനെ പറ്റി, അവരുടെ ഐക്യുവിനെ പറ്റി, അവർക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസിനെ പറ്റി ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. തന്നിരിക്കുന്നത് ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്രിയേറ്റിവിറ്റി എന്നുള്ളതാണ്. നമുക്കറിയാം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാള് എങ്ങനെ ആയിരിക്കും എന്നറിയാം. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുന്ന, ഒത്തിരി പോസിബിൾ വേസ് കണ്ടെത്തുന്ന, ഒരുപാട് യൂണിക് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരാളെയാണ്, ഒത്തിരി ഇന്നോവേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെയാണ് ക്രിയേറ്റീവ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ്, ആ ഓപ്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ, ഡൈവേർജന്റ് തിങ്കിങ്. ഡൈവേർജന്റ് തിങ്കിങ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു കാര്യത്തിലേക്ക് എത്താൻ ഒരുപാട് പോസിബിലിറ്റീസ് നോക്കുന്നതിനെയാണ് നമുക്ക് ഡൈവേർജന്റ് ആയിട്ട് തിങ്ക് ചെയ്യുക എന്ന് പറയുക. ഇനി ഇമ്പൾസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പെട്ടെന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇമ്പൾസീവ് ആയിട്ട് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കോൺസിക്വൻസസ് ഒന്നും നോക്കാണ്ട് എടുത്തിയായിട്ട് തീരുമാനിക്കുക. തീർച്ചയായിട്ടും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാൾ അങ്ങനെയല്ല. സെൻട്രേഷൻ ഇൻ തോട്ട്, ഏതെങ്കിലും ഒരു ഫീച്ചറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്താൽ അത് ക്രിയേറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? കൺവേർജന്റ് തിങ്കിങ് എന്താണ്? ഒരു പ്രോബ്ലത്തിന്
നേരെ പോയി ഒരൊറ്റ മെത്തേഡേ ഉണ്ടായിരിക്കുള്ളൂ, ഒറ്റ സൊല്യൂഷൻ കണ്ടെത്തുക. അതിന് കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഡൈവേർജന്റ് തിങ്കിങ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാള് ഒരുപാട് പോസിബിലിറ്റീസിനെ പറ്റി തീർച്ചയായിട്ടും ചിന്തിക്കണം. ഒരു കാര്യത്തിൽ എത്തിച്ചേരാനായിട്ട് ഒരുപാട് ഇതുപോലെ ഇങ്ങനെ ഒരുപാട് ഒരു പദസൂര്യൻ പോലെ ഒരുപാട് ഫീച്ചേഴ്സിനെ പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഡൈവേർജന്റ് തിങ്കിങ് ക്രിയേറ്റിവിറ്റിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് പറയാൻ പറ്റും. മറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് കൂടി പഠിക്കുക. ഒറിജിനാലിറ്റി, ക്യൂരിയോസിറ്റി, ഫ്ലെക്സിബിലിറ്റി, റിസ്ക് ടേക്കിംഗ്, ഫ്ലുവൻസി, സെൻസിറ്റിവിറ്റി, ഇമാജിനേഷൻ, ഇൻഡിപെൻഡൻസ്, പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി, നോൺ കൺഫർമിറ്റി, ഇതൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ചൈൽഡിന്റെ ഫീച്ചേഴ്സ് ആണ്. താഴെ തന്നിരിക്കുന്നതിൽ ക്രിയേറ്റീവ് ഫീച്ചറിന്റെ ചൈൽഡിന്റെ ഫീച്ചർ അല്ലാത്തത് ഏത്? അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, മനസ്സിലാക്കിയിരിക്കുക. അടുത്തത് നമ്മളുടെ എല്ലാ ടീച്ചിങ് എക്സാംസിലും ഒരു കോർ ഏരിയ ആണ് ജീൻ പിയാഷെ, അദ്ദേഹത്തിന്റെ സ്റ്റേജ് തിയറീസ്. ജീൻ പിയാഷെ സ്കീമ എന്നൊരാശയം അവതരിപ്പിച്ച ആളാണെന്ന് അറിയാം. അദ്ദേഹം മെന്റൽ ഡെവലപ്മെന്റിനും മോറൽ ഡെവലപ്മെന്റിനും, അതായത് സാൻമാർഗിക വികസനത്തിനും മാനസിക ഇന്റലക്ച്വൽ അല്ലെങ്കിൽ വൈജ്ഞാനിക വികസനത്തിനും സ്റ്റേജ് തിയറി കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓരോ സ്റ്റേജസിനെയും ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾ എടുത്ത് പഠിക്കണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, one of the main characteristics of pre-operational thought according to Jean Piaget is dash, which refers to the tendency to focus on one aspect of a situation and neglect other. ഇവിടെ പ്രീ ഓപ്പറേഷണൽ തോട്ട് അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന്റെ ഒരു പ്രത്യേകത തന്നിട്ടുണ്ട്. അതായത് അറ്റ് എ ടൈം ഒരു കാര്യത്തിന്റെ ഒരു ഫീച്ചറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയും അതിന്റെ മറ്റ് പ്രത്യേകതകൾ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു സ്കില്ല്, അത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന്റെ സ്കില്ലാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് ജീൻ പിയാഷെയുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിലെ സ്റ്റേജ് തിയറീസിലെ ഒരു സ്റ്റേജ് ആണ്. അല്ലെങ്കിൽ വൈജ്ഞാനിക വികസനത്തിന്റെ പാതയിലൂടെ ഒരു കുട്ടി പോകുമ്പോൾ ആ കുട്ടിക്ക് പല സ്റ്റേജുകളിലൂടെ പോകേണ്ടി വരും. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, അങ്ങനെ ഒരു കുട്ടി 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ ആയിരിക്കുമ്പോൾ പ്രീ ഓപ്പറേഷണൽ എന്ന് വിളിക്കുന്ന പേരിലുള്ള സ്റ്റേജിലാണ് ആയിരിക്കുന്നത്. ഓക്കെ, ആ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന്റെ ഒരു ഫീച്ചർ തന്നിട്ട് അത് അതിന്റെ പേരെന്താണെന്നാണ് കണ്ടെത്താൻ ചോദിച്ചിരിക്കുന്നത്. ഇത്തരത്തില് ഓരോ സ്റ്റേജുകൾക്കും ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം. അപ്പോ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ട്രാൻസ്ഡക്ഷൻ, കോസേഷൻ, സെൻട്രേഷൻ, ഡീസെൻട്രേഷൻ എന്നിങ്ങനെയാണ്. ഇതിൽ നിങ്ങൾ കാര്യം പഠിച്ചവർക്കറിയാം, ട്രാൻസ്ഡക്ഷനും സെൻട്രേഷനും ഇത് രണ്ടും പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന്റെ ഫീച്ചർ ആണ്. നിങ്ങൾ ഫസ്റ്റിൽ തന്നെ മനസ്സിലാക്കുക. ട്രാൻസ്ഡക്ഷനും സെൻട്രേഷനും മാത്രമല്ല, ആർട്ടിഫിഷ്യലിസം, അനിമിസ്റ്റിക് തിങ്കിങ്, ഈഗോസെൻട്രിസം, സിംബോളിക് പ്ലേ, ഡിഫേർഡ് ഇമിറ്റേഷൻ, എബിലിറ്റി ഫോർ ഓപ്പറേഷൻസ്, ഇതൊക്കെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് തൊട്ട് കുട്ടികൾ ആർജിച്ചെടുക്കുന്ന സ്കിൽസ് ആണ്. ഇനി ഇത് നമുക്ക് ഓരോന്നിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ട്രാൻസ്ഡക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുന്നു. അതായത് 2 പർട്ടിക്കുലർ ഈവൻസ് തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള സ്കില്ല്, അതിനെയാണ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി കോസേഷൻ, അതായത് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനുള്ള സ്കില്ല്. തീർച്ചയായിട്ടും പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ 2 മുതൽ 7 വയസ്സ് വരെയുള്ള ഒരു കുട്ടിക്ക് ഈ ഒരു സ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പൊ അത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജിന്റെ ഫീച്ചർ അല്ല. അടുത്തത് സെൻട്രേഷൻ. സെൻട്രേഷൻ ആണ്. It is a tendency to center or focus only one salient feature of an object or situation while ignoring the other relevant aspect. ഒരേ സമയം ഒരു ഒബ്ജക്റ്റിന്റെ ഒരു ഫീച്ചറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കഴിവ്, അതാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് സെൻട്രേഷൻ ആണ്, ഓപ്ഷൻ സി ആണ്. സെൻട്രേഷൻ ഡെഫിനിഷൻ നിങ്ങൾ നോക്കുക. സെൻട്രേഷനെ പോലെ തന്നെ ട്രാൻസ്ഡക്ഷനും പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന്റെ ഒരു ഫീച്ചർ ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഡീസെൻട്രേഷൻ, സെൻട്രേഷന് നേരെ ഓപ്പോസിറ്റ്, മൾട്ടിപ്പിൾ ആസ്പെക്ട്സിലെ അവിടെ ഒരു ഒബ്ജക്റ്റിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഡീസെൻട്രേഷൻ സ്കില്ല് കുട്ടിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കുട്ടി കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാവണം. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് കുട്ടി ഒരു 7 വയസ്സിന് ശേഷമാണ് ഈ ഒരു സ്റ്റേജിലേക്ക് കുട്ടി എത്തുന്നത്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ
ഡീസെൻട്രേഷൻ മാത്രമല്ല മറ്റു പല ഫീച്ചേഴ്സും ഉണ്ട്. ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ് റീസണിങ്, കൺസർവേഷൻ, ഇതൊക്കെ. അപ്പൊ അങ്ങനെ ഓരോ സ്റ്റേജിനും ഓരോ ഫീച്ചർ ഉണ്ട്. ആ ഫീച്ചർ ഏതൊക്കെയാണെന്നും അതെന്താണെന്നും ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ഓപ്ഷൻസ് ആണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ ഓരോ സ്റ്റേജിനെയും അതിന്റെ ഏജ് എന്താണ്, അതിന്റെ ഫീച്ചർ എന്താണ്, ആ ഫീച്ചർ എന്താണ് മീൻ ചെയ്യുന്നത് എന്നൊക്കെ തീർച്ചയായിട്ടും മനസ്സിലാക്കിയെടുക്കണം. അടുത്തത് നമുക്ക് ജെൻഡറുമായി റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്യുക. ഫസ്റ്റില് തന്നെ ജെൻഡർ റോള്, ജെൻഡർ ഐഡന്റിറ്റി, ജെൻഡർ ഇക്വാലിറ്റി, ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്നിങ്ങനെയുള്ള ടേംസുമായി റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് സിലബസിൽ എടുത്തു പറയുന്നത് ജെൻഡർ റോളും ജെൻഡർ ഐഡന്റിറ്റിയുമാണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The behaviors, interests, attitudes, skills and personality traits that a culture considers appropriate for specific gender are referred to as dash and are dash എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു സംസ്കാരം ഒരു പ്രത്യേക ലിംഗത്തിന് അനുയോജ്യമെന്ന് കരുതുന്ന പെരുമാറ്റങ്ങൾ, താല്പര്യങ്ങൾ, മനോഭാവങ്ങൾ, കഴിവുകൾ, വ്യക്തിത്വ സവിശേഷതകൾ എന്നിവയെ ഡാഷ് എന്നും വിളിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ജെൻഡർ റോൾ, ജെൻഡർ ഐഡന്റിറ്റി, ഇത് രണ്ടുമാണ് ഓപ്ഷൻസിൽ മിക്സ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് ഒന്ന് നോക്കാം. Option 1, gender identity and genetically determined. Gender roles, culturally defined. Gender roles, genetically determined. Gender identity, culturally defined. അതായത് ഒന്നുകിൽ അത് ജെൻഡർ റോൾ ആണോ ജെൻഡർ ഐഡന്റിറ്റി ആണോ എന്നുള്ളത് തിരഞ്ഞെടുക്കുക. അതാണ് ഈ ഫസ്റ്റ് കൊടുത്തേക്കുന്നത്. രണ്ടാമത്തത് അതെങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തു എന്നുള്ളതാണ്. കൾച്ചറലി ഡിഫൈൻഡ് ആണോ ജെനറ്റിക്കലി ഡിഫൈൻഡ് ആണോ എന്ന് തിരഞ്ഞെടുക്കുക. അതാണ് ക്വസ്റ്റ്യൻ. സംഭവം ജെൻഡർ റോളും ജെൻഡർ ഐഡന്റിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒരു ഡിഫറൻസിയേഷൻ നോക്കാം. എന്താണ് ജെൻഡർ റോള്? അത് ഒരാണോ പെണ്ണോ എന്തായിരിക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് സൊസൈറ്റി തീരുമാനിക്കുന്നതിനെയാണ് ജെൻഡർ റോൾ എന്ന് പറയുന്നത്. refers to socially expected behaviors of males and females. ഇനി ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു? സൊസൈറ്റിയിൽ നിന്നും, കൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തും, ഫാമിലി, മീഡിയ ഇതിൽ നിന്നൊക്കെയാണ് ഇത് ലേൺ ചെയ്തെടുക്കുന്നത്. ഇത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൺകുട്ടികൾ കരയാൻ പാടില്ല, ആൺകുട്ടികൾ കരയില്ല. അതുപോലെ പെൺകുട്ടികൾ വീട്ടുജോലികൾ ചെയ്യണം. ഇതൊക്കെ ജെൻഡർ റോളിന് എക്സാമ്പിൾ ആണ്. ഇനി ജെൻഡർ ഐഡന്റിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് സ്വയം തോന്നുന്നു, നമ്മൾ സ്വയം നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. ഞാൻ ആണാണോ പെണ്ണാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്ന് നമ്മൾ സ്വയം അവയർനെസ്സിലൂടെയും പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെയും മനസ്സിലാക്കിയെടുക്കുന്നതിന് ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നു. ഓക്കെ, അതാണ് ഡിഫറൻസ്. തീർച്ചയായിട്ടും ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത് the behaviors, interest, attitude, skill and personality traits that a culture considers appropriate for a specific gender. അത് തീർച്ചയായിട്ടും ഒരു സൊസൈറ്റി എക്സ്പെക്റ്റഡ് ബിഹേവിയറിനെയാണ് സൂചിപ്പിക്കുന്നത്, ജെൻഡർ റോളിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ ജെൻഡർ റോൾ പഠിച്ചപ്പോൾ കണ്ടു അതെങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു, സൊസൈറ്റിയിൽ നിന്നും കൾച്ചറിൽ നിന്നും ഫാമിലിയിൽ നിന്നും ഒക്കെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. തീർച്ചയായിട്ടും അത് കൾച്ചറലി ഡിഫൈൻഡ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. The behaviors, interest, attitude, skills and personality traits that a society considers appropriate for males and females are called gender roles, and these are shaped by culture and society, not by genetics. അപ്പൊ ഇങ്ങനെ നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് എന്താണെന്ന് മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനെ ഒന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. അടുത്തത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ രണ്ട് ഉത്തരങ്ങൾക്കും കമന്റ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ചൈൽഡ് സെന്റേർഡ് പെഡഗോഗി പ്രൊമോട്ട്സ് ഓപ്ഷൻ എ റോഡ് മെമ്മറൈസേഷൻ, ഓപ്ഷൻ ബി ലേബലിംഗ് ആൻഡ് കാറ്റഗറൈസേഷൻ ഓഫ് സ്റ്റുഡൻസ് ബേസ്ഡ് ഓൺ എബിലിറ്റി, ഓപ്ഷൻ സി എക്സ്ക്ലൂസീവ് റിലയൻസ് ഓൺ ടെക്സ്റ്റ് ബുക്ക്, ഓപ്ഷൻ ഡി ഗിവിംഗ് പ്രൈമസി ടു ചിൽഡ്രൻസ് എക്സ്പീരിയൻസസ്. അപ്പോ ക്വസ്റ്റ്യൻ, അതിന്റെ കൃത്യമായിട്ടുള്ള ആൻസർ എന്നിവ നിങ്ങൾ ടൈപ്പ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഈ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയിൽ കാര്യങ്ങൾ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കോൾബർഗിന്റെ തിയറിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഇതിന്റെ ആൻസർ പഠിച്ച ശേഷം, കോൾബർഗിന്റെ തിയറി പഠിച്ച ശേഷം ആൻസർ ടൈപ്പ് ചെയ്യുക, കമന്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇതാണ്. അക്കോർഡിംഗ് ടു ലോറൻസ് കോൾബർഗ്, വാട്ട് ഈസ് ദ പ്രൈമറി ബേസിസ് ഫോർ 7 to 8 year old children's moral decision? 7 മുതൽ 8 വരെ വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ മോറൽ സ്റ്റേറ്റിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ് കോൾബർഗിന്റെ തിയറി പ്രകാരം.
ക്വസ്റ്റ്യൻ ഇതാണ്. ഓപ്ഷൻ എ സോഷ്യൽ ഓർഡർ മെയിൻ്റനൻസ്, ഓപ്ഷൻ ബി സോഷ്യൽ കോൺട്രാക്ട് മെയിൻ്റനൻസ്, ഓപ്ഷൻ സി പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ്, ഓപ്ഷൻ ഡി യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ ഒരു ഉത്തരത്തിന് നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യുമ്പോൾ വിത്ത് എക്സ്പ്ലനേഷൻ വേണം കമന്റ് ചെയ്യാനായിട്ട്. ഒരാൾ കമന്റ് ചെയ്യട്ടെ എന്ന് ഓർത്തുകൊണ്ടിരിക്കരുത്. ഈ ക്ലാസ് കാണുന്ന എല്ലാവരും മറ്റ് കമന്റ്സ് ഒന്നും നോക്കാണ്ട് കമന്റ് ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും കോൾബർഗിന്റെ തിയറിയിലെ സ്റ്റേജസിന്റെ ഫീച്ചേഴ്സ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒറ്റ ആൻസർ ചെയ്യുമ്പോഴത്തേനും മനസ്സിലാകും. തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള CDP-യുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ഭാഗത്തെ പറ്റിയാണ്. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രോഗ്രസീവ് എഡ്യൂക്കേഷന്റെ പ്രധാന ആശയങ്ങൾ നോക്കാം. ജോൺ ഡൂയി ആണ് ഇതിന്റെ പ്രധാന വക്താവ്. Progressive education inspired by John Dewey believes that children are active learners. Learning is shaped by real life experiences. Social, cultural and economic context plays a major role in development. Education should connect school with society and lived experience. ഇതൊക്കെയാണ് മേജർ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് എടുത്ത് പറയാനായിട്ട് സാധിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. Which of these statements would advocates of progressive education agree with? താഴെ തന്നിരിക്കുന്നതിൽ പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ വക്താക്കളുടെ പ്രസ്താവനകളോട് യോജിക്കാൻ പറ്റുന്ന പ്രസ്താവന ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 1 നോക്കാം. Children are a distinct life stage that hold importance because of what they would become as adults rather than what they are as children. കുട്ടികൾ ഒരു പ്രത്യേക ജീവിതഘട്ടമാണ്. കാരണം കുട്ടികളായിരിക്കുമ്പോൾ അവർ എന്തായി തീരും എന്നതിനേക്കാൾ മുതിർന്നവരാകുമ്പോൾ അവർ എന്തായി തീരും എന്നതിനാണ് പ്രധാനം എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഇത് ആക്ച്വലി പ്രോഗ്രസീവ് എഡ്യൂക്കേഷനോട് വാല്യൂ ചെയ്യുന്നതല്ല. കുട്ടികൾക്ക് അവരിപ്പോ എന്തായിരിക്കുന്നോ അതിൽ വാല്യൂ കൊടുക്കുന്ന ഒരു ടൈപ്പ് എഡ്യൂക്കേഷൻ ആണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അവരുടെ ഫ്യൂച്ചർ റോൾ എന്നുള്ളത് മാത്രം കൺസിഡർ ചെയ്യാണ്ട് കുട്ടികൾ അവരിപ്പോ എന്തായിരിക്കുമോ എന്നുള്ളതിനെ ഫോക്കസ് ചെയ്യുന്നത് കൂടിയാണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ. അപ്പൊ ഇത് തെറ്റാണ്. ഇനി അടുത്തത്, ചിൽഡ്രൻ ആർ നാച്ചുറലി ഗുഡ് ആൻഡ് സൊസൈറ്റി കറപ്റ്റ്സ് ദം. കുട്ടികൾ സ്വാഭാവികമായും നല്ലവരാണ്, സമൂഹം അവർ ദുഷിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് റൂസോയുടെ നാച്ചുറലിസത്തിലെ ഒരു പ്രോഗ്രസീവ് എഡ്യൂക്കേഷനിലെ ഐഡിയ അല്ല, റൂസോയുടെ നാച്ചുറലിസം കൊണ്ടുവരുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അത് ഇതിൽ മാച്ചിങ് അല്ല. ഇനി തേർഡ് വൺ, children are naturally uncivilized and socialization is necessary to make them moral human beings. കുട്ടികൾ സ്വാഭാവികമായും സംസ്കാരമില്ലാത്തവരാണ്. അവരെ ധാർമ്മിക മനുഷ്യരാക്കാൻ സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹികവൽക്കരണം വേണം എന്നാണ് പറയുന്നത്. ചിൽഡ്രൻ ആർ നാച്ചുറലി അൺസിവിലൈസ്ഡ്. അത് തീർച്ചയായിട്ടും തെറ്റാണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം. ഇനി fourth one, children are born in a social, cultural, economic context and this background influences their development. ഇത് ചൈൽഡ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷനുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യുന്നതാണ്. കാരണം സോഷ്യൽ, കൾച്ചറൽ ആൻഡ് എക്കണോമിക് കോണ്ടെക്സ്റ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ ഡെവലപ്മെന്റ് എന്നാണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ പറയുന്നത്. അപ്പോൾ പ്രോഗ്രസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ബ്രൂണർ, പിയാഷെ, കോൾബർഗ്, വൈഗോട്സ്കി, ഇന്റലിജൻസ് തിയറീസ്, ഞാൻ അതിനെപ്പറ്റി ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടില്ല, ലെങ്ത് കൂടി പോകുന്നത് കൊണ്ട് വീഡിയോ ഒക്കെ. അതുപോലെ തന്നെ ഇവാലുവേഷൻ, പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ, ചൈൽഡ് സെന്റർ എഡ്യൂക്കേഷൻ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ദെൻ ലേണിംഗ് ഡിസബിലിറ്റീസ്, ഇതൊക്കെയായിട്ട് റിലേറ്റ് ചെയ്ത് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇനി ചില ചോദ്യങ്ങൾ നോക്കാം. ലേണിംഗ് ഡിസബിലിറ്റി, പഠന വൈകല്യവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ പഠന വൈകല്യങ്ങൾ ഡിസ്ഫേസിയ, ഡിസ്പ്രാക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ, പിന്നെ നമ്മുടെ ഡിസ്ലെക്സിയ എന്നിങ്ങനെയൊക്കെയുള്ള പഠന വൈകല്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഡിസ്ഫാസിയയും ഡിസ്പ്രാക്സിയയും മാറിപ്പോകരുത്. ഡിസ്ഫേസിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പീച്ച് ഡിസോർഡർ ആണ്, ലാംഗ്വേജ് ഡിസോർഡർ ആണ്, അഫക്റ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് കോംപ്രഹെൻഷൻ. ഇനി ഡിസ്പ്രാക്സിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേശി പ്രവർത്തനത്തിലെ പ്രശ്നങ്ങൾ മൂലം പഠനത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ഡിഫിക്കൽറ്റി വിത്ത് ബാലൻസ്, ഫൈൻ മോട്ടോർ കൺട്രോൾ, കൈനസ്തെറ്റിക് കോർഡിനേഷൻ, ഇതൊക്കെയാണ് വരുന്നത്. ഡിസ്കാൽക്കുലി എന്താണ്? ഗണിത പ്രശ്നങ്ങൾ, ഗണിത പഠനത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, കണക്ക് ചെയ്യുന്നതിന്, സമയം മനസ്സിലാക്കുന്നതിന്, പണം കൈകാര്യം ചെയ്യുന്നതിനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ, ഡിഫിക്കൽറ്റി ഇൻ പെർഫോമിംഗ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. ഈ ഡിസ്ഗ്രാഫി എന്താണ്? എഴുതുന്നതിലുള്ള ബുദ്ധിമുട്ടുകളാണ്, ശരിയായ വിധത്തിൽ എഴുതാൻ കഴിയാത്ത പഠന വൈകല്യം. ഇനി
ലെക്സിയ എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അത് വായനാ വൈകല്യമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പഠന വൈകല്യങ്ങളെ പറ്റി മനസ്സിലാക്കണം. ഇവിടെ ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. റൈറ്റ് സൈഡിലെ ഡിസ്ക്രിപ്ഷൻ അതിന്റെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള മാച്ച് ദ ഫോളോയിങ് കാണുമ്പോൾ നമുക്ക് ഏത് വായിച്ചാലാണോ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ തീർച്ചയായിട്ടും ഈ ഡിസ്പാസിയ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ പഠന വൈകല്യങ്ങൾ വായിച്ചിട്ട് റൈറ്റ് സൈഡിലോട്ട് പോകാൻ നിന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരെണ്ണം വായിച്ച് ഈ 4 എണ്ണം വായിച്ചാലേ ഇതിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ നേരെ തിരിച്ച് നമുക്ക് ഡെഫിനിഷൻ ആദ്യം വായിക്കുവാണെങ്കിൽ ഇപ്പുറത്തതിലേക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. നോക്കാം. ഡിഫിക്കൽട്ടി ഇൻ ക്യാരിങ് ഔട്ട് റൊട്ടീൻ ടാസ്ക് ഇൻവോൾവിംഗ് ബാലൻസ്, ഫൈൻ മോട്ടോർ കൺട്രോൾ ആൻഡ് കൈനസ്തെറ്റിക് കോർഡിനേഷൻ. പേശി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ പേശി പ്രവർത്തനം ഏതായിരുന്നു എന്നാ പറഞ്ഞത്? ഡിസ്പ്രാക്സിയാണ്. ഡിസ്പ്രാക്സിയാണ്. സ്പെല്ലിംഗ് മാറല്ലേ. അപ്പൊ B1 ആണ്. ഇനി എ ഡിസബിലിറ്റി ദാറ്റ് അഫക്ട്സ് ദ എബിലിറ്റി ടു റൈറ്റ് കൊഹറന്റ്ലി. എഴുത്തുമായി ബന്ധപ്പെട്ടത് ഡിസ്ഗ്രാഫിയാണ് വരുന്നത്. അടുത്ത ഡിസബിലിറ്റി ദാറ്റ് അഫക്ട്സ് ലേണേഴ്സ് എബിലിറ്റി ടു പെർഫോം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. ഡിസ്കാൽക്കുലിയാണ്. C3 തന്നെയാണ്. ഇനി എ ലാംഗ്വേജ് ഡിസോർഡർ ദാറ്റ് അഫക്ട്സ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് കോംപ്രഹെൻഷൻ സ്കിൽസ്. ഡിസ്ഫാസിയാണ് വരുന്നത്. A4 ആണ് വരുന്നത്. അപ്പോ ഏതാണ് വരുന്നത്? A4, B1, C3, D2 വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിലും ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യുക. നിങ്ങൾ ആദ്യമേ ഡെഫിനേഷൻ വായിച്ച് നോക്കിയിട്ട് അതിന്റെ ടൈറ്റിലേക്ക് വരിക. നേരെ തിരിച്ച് വായിക്കാൻ പോയാൽ ഒത്തിരി സമയം എടുക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സാം ഹാളിൽ ടൈം സേവ് ചെയ്യുന്നത് കേട്ടോ.